ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അതായത് ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്തു, പി എ ബി എന്ന് പറയുന്ന ഒരു ഒരു എയും ബിയും കണക്ട് ചെയ്യുന്ന ഒരു വര, അതിനെ പി വെച്ച് ഡിവൈഡ് ചെയ്തു. എയുടെ കോർഡിനേറ്റ് x1 y1 ആയിട്ട് എടുത്തു, ബിയുടെ കോർഡിനേറ്റ് x2 y2 ആയിട്ട് എടുത്തു. പി വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ ആ പിയുടെ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പിയുടെ കോർഡിനേറ്റ് എക്സും വൈ ആയിട്ട് എടുക്കുക. കട്ട് ചെയ്യുന്ന റേഷ്യോ തന്നിട്ടുണ്ട് 1 ഉം 2 ഉം. അപ്പോൾ എം 1 ആയിട്ട് എടുത്തു, എൻ 2 ആയിട്ട് എടുത്തു. എക്സ് ഇതിന്റെ എക്സ് ആക്സിസിന്റെ അല്ലെങ്കിൽ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എം x2 പ്ലസ് എൻ x1 ഡിവൈഡ് ബൈ m1 പ്ലസ് n2. 1 ഇൻറ്റു x2 6 ആണ്, പ്ലസ് n2 ആണ്, 2 ഇൻറ്റു 3 ബൈ 1 പ്ലസ് 2 ചെയ്തു, 6 പ്ലസ് 2 12 ബൈ 3 4. ഇവിടെ അതേപോലെ y കണ്ടുപിടിക്കാൻ എം y2 പ്ലസ് എൻ y1 ഡിവൈഡ് ബൈ m1 പ്ലസ് n. അതുപോലെ തന്നെ 1 ഇൻറ്റു y2 എന്ന് പറയുമ്പോൾ -1 ആണ്, പ്ലസ് 2 ഇൻറ്റു 2 കിട്ടും, കാരണം y1 എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പം -1 പ്ലസ് 4 കിട്ടി, -1 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 3 ആണ്, 3 ബൈ 3 എന്ന് വരും, 3 ബൈ 3 1 ആണ്. അപ്പോൾ നമുക്ക് ആ കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 4 എന്ന്. ഓക്കെ ആണോ? ആ 10.2ന്റെ 2ഉം 3ഉം ഹോംവർക്ക് സെയിം രീതി തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അത് ഹോംവർക്ക് ഞാൻ ഗ്രൂപ്പിലോട്ട് ഇടുകയാണ്. ഓക്കെ, ഓക്കെ. ഇനി വേറെ രീതിയിൽ ഇത് തന്നെ വേറെ രീതിയിൽ ചോദിക്കാം. എല്ലാ പോയിന്റും തന്നിട്ടുണ്ട്, പക്ഷെ റേഷ്യോ കണ്ടുപിടിക്കണം. അതൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ റേഷ്യോ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ 10.2ന്റെ 2ഉം 3ഉമാണ് എന്നുള്ള കാര്യം ആലോചിക്കുക കേട്ടോ. ഞാനിപ്പോൾ അയച്ചിരിക്കുന്നതിനകത്ത് 2ഉം 3ഉം. ഓക്കെ, ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് the point 424 divides the join of a 227 and b 1015 എന്ന് പറഞ്ഞാൽ അർത്ഥം എത്തുക. എയും ബിയും എന്ന് പറയുന്ന ഒരു പോയിന്റിനെ ജോയിൻ ഓഫ് എ ബി എന്ന് പറയുമ്പോൾ എന്താ? 227 എന്ന് പറഞ്ഞ എനെയും ബി 1015 എന്ന് പറഞ്ഞ ബിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈനിനെ പോയിന്റ് പി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഇവിടെ, അതായത് ഇത് പോയിന്റ് പി ആണ്, ഇത് 424 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എമ്മും എന്നും ആണ് കണ്ടുപിടിക്കുന്നത്. ശരിയല്ലേ? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. എക്സിന്റെ വൈയുടെ ഇക്വേഷൻ എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. നോക്കിയോ, അപ്പൊ നമുക്ക് നോക്കാം എക്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ. ഇച്ചിരി ഇങ്ങോട്ടേക്ക് എഴുതാമേ. എക്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? എക്സ് ഈസിക്കൽ എന്താ? ഇതാണ് ഇവിടുത്തെ x1, ഇതാണ് ഇവിടുത്തെ y1, ഇതാണ് ഇവിടുത്തെ x2, ഇതാണ് ഇവിടുത്തെ y2 ആണല്ലോ. ഇതാണ് ഇവിടുത്തെ എക്സും, ഇതാണ് ഇവിടുത്തെ y. എക്സ് ഈസിക്കൽ എന്താ? എം x2 പ്ലസ് എൻ x1 ഡിവൈഡ് ബൈ എന്താ? എം പ്ലസ് എൻ ആണല്ലോ. ഇവിടെ എക്സിന്റെ വാല്യൂ നമുക്കറിയാം 4 ഈസിക്കൽ ടു എം അറിയത്തില്ല. x2ന്റെ വാല്യൂ നമുക്കറിയാം എം ഇൻറ്റു 10 പ്ലസ് എൻ ഇൻറ്റു x1 ആണ്. അപ്പം n ഇൻറ്റു x1 എന്ന് പറയുമ്പോഴത്തേക്കും 2 ഡിവൈഡ് ബൈ എന്താ? എം പ്ലസ് എൻ. ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി, എക്സിന്റെ വാല്യൂ മാത്രം മതി. കാരണം നമുക്ക് എമ്മും എന്നും കണ്ടുപിടിച്ചാൽ മതി, എമ്മും എന്നും ഇവിടെ നിന്ന് കിട്ടും. ഇതിനെ തന്നെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരുന്നു? 4 ഇൻറ്റു എം പ്ലസ് എൻ എന്ന് വരുന്നു, ഈസിക്കൽ ടു 10m പ്ലസ് 2n എന്നാവുന്നു. ഈ 4നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4m പ്ലസ് 4n ഈസിക്കൽ എത്രയാണ്? 10m പ്ലസ് 2n എന്ന് വരും. ആണോ? അവിടെ നിന്ന് ഞാൻ എമ്മിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്, എന്നിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ 4m മൈനസ് 10m ഈസിക്കൽ ടു 2n മൈനസ് 4n എന്നാവും. ഓക്കെ, 4m മൈനസ് 10m എന്ന് പറയുമ്പോൾ മൈനസ് 6m, 2n മൈനസ് 4n എന്ന് പറയുമ്പോഴത്തേക്കും മൈനസ് 2n. അപ്പൊ നമുക്ക് അറിയാം, നമുക്ക് m ബൈ n ആണ് കണ്ടുപിടിക്കുന്നത്. m ഈസ് ടു n അല്ലേ കണ്ടുപിടിക്കേണ്ടത്? m ഈസ് ടു n എന്ന് പറയുമ്പോൾ എന്താ? m ബൈ n. ഇവിടുന്ന് m ബൈ n ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ n നെ ഇങ്ങോട്ടും ഈ -6നെ ഇങ്ങോട്ടും കൊണ്ടുവരാം. ശരിയല്ലേ?
ഇത് കിടക്കുന്ന ഇങ്ങനല്ലേ, 6 into m is equal to -6 into m is equal to -2 into n എന്നല്ലേ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ n-നെ ഇതിന് താഴോട്ട് കൊണ്ടുവന്നാൽ m by n ആയില്ലേ. ബാക്കി ഈ 6-നെ -6-നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ പോരെ. അപ്പൊ എന്ത് വരും? m by n is equal to -2 by -6. മൈനസ് മൈനസും കട്ട്, ഇത് 1/3. അപ്പം m is to n എന്ന് പറയുന്നത് 1:3 ആണ്. ക്ലിയർ? ഓക്കെ ആണോ? സന, നിരഞ്ജൻ, ദേവനാരായൺ, ആരോൺ? Yes, sir. Okay. ഓക്കെ, നോക്കിക്കോളൂ. അടുത്തത് നമുക്കൊരു വേറൊരു വേരിയബിൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് നമ്മൾ നാലാമത്തെ, അഞ്ചാമത്തെ. ദ കോർഡിനേറ്റ് ഓഫ് a and b are -3a and 1a plus 4 respectively. The midpoint of AB midpoint of AB is -1 -1 1. Find the value of A. Find the value of A. അപ്പൊ നമുക്ക് ഒരു ലൈൻ, ഈ ലൈനിന്റെ പ്രത്യേകത എന്താ? ഈ ലൈനിന്റെ എയുടേത് -3 സ്മോൾ a ആണ്, ബിയുടേത് 1a plus 4 ആണ്. ആണോ? ആണ്. ഇതിന്റെ കൃത്യം മിഡ് പോയിന്റിന്റെ ഒരു ഇത് തന്നിട്ടുണ്ട്, കോർഡിനേറ്റ് -1ഉം എന്താണ് 1ഉം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഓർക്കുന്നുണ്ടോ? എക്സ്, അതായത് ഇത് എയും ഇത് ബിയും ഇത് പോയിന്റ് പിയും ആണെങ്കിൽ ഈ പിയുടെ കോർഡിനേറ്റ് xy കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x is equal to x1 plus x2 divided by 2 y is equal to y1 plus y2 divided by 2 ആയിരുന്നു കണ്ടുപിടിക്കാൻ. ആണോ? ആണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ x തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ x ഇവിടെ തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് എടുക്കാം? x-നെ -1 എന്ന് എടുക്കാം. is equal to x1 എത്ര? -3 plus 1 divided by 2 ആണ്. അപ്പം അല്ല, ഇതല്ലല്ലോ, നമുക്ക് a ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് വേണ്ട, x ഉപയോഗിക്കണം. നമുക്ക് എയുടെ വാല്യൂ വരുന്നത് എവിടെയാ? ഈ ഭാഗത്താ, y-യുടെ അതിനകത്താ വരുന്നത്, അല്ലയോ? നോക്കിയേ, y എന്താ ഇവിടത്തെ? ഇതിനകത്തെ y എന്താ? ഇതല്ലേ y. y1 is equal to, ഇവിടെ ഇത് x1 y1ഉം ഇതെന്താ x2 y2ഉം ഇതെന്താ x ഉം y ഉം ആണ്. അപ്പം y എന്ന് പറയുന്ന 1 കിട്ടി. ഇപ്പൊ y1 plus y2 എന്ന് പറയുമ്പോഴത്തേക്കും y1 a, y2 എന്ന് പറയുമ്പോൾ a plus 4 divided by 2. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ തന്നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 into 1 2 is equal to എത്ര? a plus 4. 2 is equal to a plus a എന്ന് പറയുമ്പോൾ ഒരു മാങ്ങ പ്ലസ് ഒരു മാങ്ങ, രണ്ട് മാങ്ങ, അത് എത്രയാണ്? 2a plus 4 ആണല്ലോ. 4-നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. 4-നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് 2 minus 4 is equal to 2 എന്ന് വരും. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് 2 minus 4 എന്ന് പറയുമ്പോൾ -2 ആണ്. -2 is equal to 2 എന്ന് വരുന്നു. -2 by 2 is equal to a എന്ന് വരുന്നു. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോഴത്തേക്കും -1 വരും. a is equal to -1. അപ്പൊ a എത്രയായിരിക്കും? -1. 6 ഹോംവർക്ക്, ആറാമത്തെ ഹോംവർക്ക് ഈ സെയിം രീതിയിൽ തന്നെ. നമ്മളിപ്പോ 5 ചെയ്തത്, ആറാമത്തെ ഹോംവർക്ക്.
ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. Calculate the ratio in which the point in which the line joining A 6 5 and B 4 minus 3 is divided by the line y is equal to 2 എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? Calculate the ratio in which the line joining AB. അപ്പം എയും ബിയും ആണ് വേണ്ടത്. എ എന്ന് പറയുന്നത് 6 5 ബി എന്ന് പറയുന്നത് എന്താ 4 മൈനസ് 3. ഓക്കെ, ഇതാണ് ആ ലൈൻ. ഈ ലൈൻ എവിടെ കട്ട എന്നാണ് പറഞ്ഞത്? y ഈസ് ഇക്വൽ ടു 2. y ഈസ് ഇക്വൽ ടു 2 എന്ന് പറയുമ്പോൾ അത് ഏത് ആക്സിസിലെ പോയിന്റ് ആയിരിക്കും? y ഈസ് ഇക്വൽ ടു 2 എന്ന് പറയുമ്പോൾ y ആക്സിസിലെ പോയിന്റ് ആയിരിക്കും, അവിടെ x കോർഡിനേറ്റ് ഇല്ല. അതിനർത്ഥം ഇതാണ്, ഇതിപ്പം ഒരു y ആക്സിസ് ആണ്. y ആക്സിസ് ഇപ്പം ഇങ്ങനെ പോകുന്നു, ഇത് x ആക്സിസ്, ഇത് y ആക്സിസിൽ ഏതോ ഒരു പോയിന്റ് ആണ് y ഈസ് ഇക്വൽ ടു 2. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് എന്തായിരിക്കും? ഇവിടുത്തെ കോർഡിനേറ്റ് 0ഉം y ഉം ആയിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ p എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ x ഇതും y ഇതുമായിട്ട് വേണം എടുക്കാൻ. അതായത് y ഇത് 0ഉം 2ഉം. ഓക്കെ, ഇത് x1ഉം y1ഉം ആയിട്ട് എടുക്കുക. ഇതെന്താ x2ഉം y2 ആയിട്ട് എടുക്കുക. ഐഡിയ കിട്ടിയോ? ഓൺലൈനിലുള്ളവർക്ക് ഐഡിയ കിട്ടിയില്ലേ പറയണം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്താൽ മതി? നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കണ്ടേ? റേഷ്യോ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഭാഗം n കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണ്ടേ? ഏതെങ്കിലും ഒരെണ്ണം എടുക്കും. നമുക്കറിയാം x ഈക്വൽ എന്താ m x2 പ്ലസ് n x1 ഡിവൈഡ് ബൈ എന്താ m പ്ലസ് n. y കണ്ടുപിടിക്കണേ എന്താ? y ഈക്വൽ m y2 പ്ലസ് n y1 ഡിവൈഡ് ബൈ എന്താ m പ്ലസ് n. x എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? x എന്ന് പറയുമ്പോൾ ഇവിടെ 0 യാ. 0 ഈക്വൽ ടു m എന്താ ഇവിടെ കണ്ടുപിടിക്കണം? m x2 എത്ര ഇവിടെ? x2 ഇവിടെ 4 n x1 ഇവിടെ എത്ര 6 ഡിവൈഡ് ബൈ എത്ര m പ്ലസ് n. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. നോക്കിയോ, ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 ഇൻറ്റു എന്താ m പ്ലസ് n എന്ന് വരുന്നു. ഈക്വൽ എന്താ 4m പ്ലസ് 6n. ഇതങ്ങ് 0 ആയി പോകും. അപ്പൊ 6m പ്ലസ് എന്താണ് 6m 4m പ്ലസ് 6n 4m പ്ലസ് 6n ആണല്ലോ. ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? മൈനസ് 4m ഈക്വൽ എന്താ 6n എന്ന് വരും. നെഗറ്റീവ് ഉണ്ടോ? ആൻസർ 3/5 ആണ്. നോക്കി, ടെൻ പോയിന്റ് 2ന്റെ 6ന്റെ 2 3/5 കറക്റ്റ്. അപ്പൊ അതേണ്ട ഫസ്റ്റ് എക്സിന്റെ ഇത് വെച്ച് ചെയ്യണ്ട, നിങ്ങൾ വൈയുടെ ഇത് വെച്ച് ചെയ്താൽ മതി കേട്ടോ. എക്സിന്റെ ഇത് വെച്ച് ചെയ്യണ്ട, കാരണം എക്സിന്റെ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ഇതാണ് ചെയ്യേണ്ടത്. കാരണം y2 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ y-യുടെ ഇത് വെച്ച് ചെയ്താൽ മതി. വേണ്ട, ഇങ്ങനെ വരും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അത് കഴിഞ്ഞെങ്കിൽ അടുത്തത് ഫൈൻഡ് ദ കോർഡിനേറ്റ്. Find the coordinate of point of trisection of trisection of segment joining a minus 3 2 and a minus 3 2 and b 9 5. ഓക്കെ, ഈ ട്രൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, 3 സെക്ഷനായിട്ട് ഈക്വൽ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് ട്രൈസെക്ഷൻ എന്ന് പറയുന്നത്. അതായത് എ ബി എന്ന് പറയുന്ന ലൈനെ, അതായത് എ എന്ന് പറയുമ്പോൾ -3 2, ബി എന്ന് പറയുന്ന ലൈനെ 9 5. ഇനി എന്താക്കുക, 3 സെക്ഷൻ ആക്കി ഡിവൈഡ് ചെയ്യാം. നോക്കി, ഇതൊരു പാർട്ട്, ഇതാണ് ട്രൈസെക്ഷൻ. ഈ ട്രൈസെക്ഷൻ ആക്കാൻ വേണ്ടി 2 പോയിന്റ് നമ്മൾ ഇട്ടില്ലേ, ആ 2 പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പോകാം. അപ്പൊ എപ്പോഴും ആലോചിച്ചോണം, ഇതിനെ പി എന്നും ഇതിനെ ക്യൂ എന്നും എടുക്കുക. പി കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ക്യൂ ഇല്ല എന്ന് വിചാരിച്ചോണം, ക്യൂ കണ്ടുപിടിക്കുമ്പോൾ പി ഇല്ല എന്ന് വിചാരിച്ചോണം. അപ്പൊ ഇവിടുത്തെ റേഷ്യോ എങ്ങനെയാണ്? പി കണ്ടുപിടിക്കുമ്പോൾ ഇതിനെല്ലാം ഇവിടെ 1 പാർട്ട്, ഇത് 1 പാർട്ട്, ഇത് 1 പാർട്ട്, ഈക്വൽ ലെങ്ത് ആണ് ട്രൈസെക്ഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ പി കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ എത്ര പാർട്ട് ഉണ്ട്? ഇവിടെ 2 പാർട്ടും ഇവിടെ 1 പാർട്ടും ഉള്ളൂ. അപ്പൊ എമ്മിനെ 1 ആയിട്ടും എന്നിനെ 2 ആയിട്ടും എടുക്കണം. അടുത്ത ക്യൂവിന്റെ കണ്ടുപിടിക്കുമ്പോൾ റേഷ്യോ എങ്ങനെ എടുക്കണം? ഇവിടെ 2 പാർട്ട് ഉണ്ട്, ഇവിടെ എത്ര പാർട്ടേ ഉള്ളൂ? 1 പാർട്ടേ ഉള്ളൂ. മനസ്സിലായോ? നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരച്ച് തന്നെ കാണിക്കാം, ഇങ്ങനെ വേണ്ട, ഇങ്ങനെ നോക്കിയോളൂ. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യാൻ പോവാം, ഇതേപോലെ തന്നെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് താഴോട്ട് ഒരു വര വരയ്ക്കുന്നു. എന്നിട്ട് ഞാൻ എ ഇവിടെ കൊടുക്കുന്നു -3 2, ഇവിടെ എന്താ ബി ഇവിടെ കൊടുക്കുന്നു 9 5, പി മാത്രം തൽക്കാലം കൊടുക്കുന്നു. പിയുടെ എന്തായിട്ട് എടുക്കുന്നു? XY ആണോ? അപ്പൊ ഇവിടെ ഇപ്പൊ എത്ര പാർട്ട് ഉണ്ട്? 2. ഇവിടെ ഇപ്പൊ എത്ര പാർട്ട് ഉണ്ട്? 1. അപ്പം എമ്മിനെ നിങ്ങൾ 1 ആയിട്ടും എന്നിനെ നിങ്ങൾ 2 ആയിട്ടും വേണം കൺസിഡർ ചെയ്യാൻ. ഇനിയും ചെയ്യാലോ, ഇത് x1 y1 ആണ്, ഇത് x2 y2 ആണ്. നമുക്ക് ഈ x കോർഡിനേറ്റ്, പിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. x ഈക്വൽ എന്താ? mx2 പ്ലസ് nx1 ഡിവൈഡ് ബൈ എന്താ? m പ്ലസ് n. നമുക്കറിയാം m 1 ആണ്, 1 ഇൻറ്റു x2 എന്ന് പറയുന്നത് 9 ആണ്, n എന്ന് പറയുന്നത് 2 ആണ്, x2 n എന്ന് പറയുന്നത് 2 ആണ്, x2 എന്ന് പറയുന്നത് x1 എന്ന് പറയുന്നത് -3 ആണ്, ഡിവൈഡ് ബൈ m പ്ലസ് n എന്ന് പറയുമ്പോൾ 1 പ്ലസ് 2. വീണ്ടും നമ്മൾ 9 പ്ലസ് 2 ഇൻറ്റു -3 എന്ന് പറയുമ്പോൾ -6 ആണ്, ഡിവൈഡ് ബൈ 3. അവിടുന്ന് 9 - 6/3, 9 - 6 3 ആണ്, 3/3 = 1. അപ്പൊ ഈ പി യുടെ എക്സ് കോർഡിനേറ്റ് 1 കിട്ടി. ഇനി അതിന്റെ y കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? m y2 പ്ലസ് n y1 ഡിവൈഡ് ബൈ എന്താ? m പ്ലസ് n ആണ്. ഇവിടെ m എന്ന് പറയുന്നത് എന്താ? 1 ആണ്, y2 എന്ന് പറയുന്നത് എന്താ? 5 ആണ്, n എന്ന് പറയുന്നത് എന്താ? 2 ആണ്, y1 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്, ഡിവൈഡ് ബൈ എന്താ? 1 പ്ലസ് 2. അപ്പൊ നമുക്ക് 6 പ്ലസ് 4 ഡിവൈഡ് ബൈ 3 എന്ന് വരുന്നു, അല്ല 5 പ്ലസ് 4 ഡിവൈഡ് ബൈ 3 എന്ന് വരുന്നു, 9/3 എന്ന് വരുന്നു, 3 എന്ന് വരുന്നു. അപ്പൊ ഇതിന്റെ പി യുടെ
ഒരു അടുത്ത y കോർഡിനേറ്റ് 3 ആണ്. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം? Q അവിടെ കിടപ്പുണ്ട്. നമ്മൾ P കണ്ടുപിടിക്കുമ്പോൾ Q ജസ്റ്റ് മൈൻഡിൽ ഒന്ന് മായ്ച്ചു കളഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. Q കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യാം? P മൈൻഡിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിട്ട് ചെയ്യാം. അപ്പം നമുക്ക് ട്രൈ സെക്ഷൻ 3 പോയിന്റ്. നമുക്ക് ആ പിയുടെയും ക്യൂടെയും കോർഡിനേറ്റ് കണ്ടുപിടിക്കാന്നുള്ളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഇവിടെ വീണ്ടും ആ ലൈൻ വരയ്ക്കുന്നു, എന്നിട്ട് ഇത് എ എന്ന് കൊടുക്കുന്നു, ഇത് ബി എന്ന് കൊടുക്കുന്നു, ഇവിടെ Q എന്ന് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഇപ്പം 2 പാർട്ട്. അപ്പൊ M എന്ന് പറയുന്നത് ഇവിടെ 2ഉം, ഇവിടെ ഇപ്പൊ ഒരു പാർട്ട് N എന്ന് പറയുന്നത് 1. എയുടെ കോർഡിനേറ്റ് എന്താണ്? എയുടെ കോർഡിനേറ്റ് എന്താണ്? എയുടെ കോർഡിനേറ്റ് -3 2. ബിയുടെ കോർഡിനേറ്റ് എന്താണ്? 9 5. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കോർഡിനേറ്റ് എന്താണ്? x y ആണല്ലോ. കണ്ടുപിടിക്കാമല്ലോ. ഇനി എന്താ x കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? mx2 + nx1 ഡിവൈഡ് ബൈ എന്താ? m + n ആണ്. നമുക്ക് ആൻസർ ഇവിടെ തന്നെ കിട്ടും. എന്താണ്? 2 × x2 എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്, പ്ലസ് n എന്ന് പറയുന്നത് എത്ര? 1 ആണ്. x1 എന്ന് പറയുന്നത് എന്താണ്? -3 ആണ്. ഡിവൈഡ് ബൈ എന്താണ്? 1 + 2 + 1. വീണ്ടും 18 - 3 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടുന്നു. 15/3 എന്ന് കിട്ടുന്നു. 5. അപ്പം Qന്റെ x കോർഡിനേറ്റ് എന്ന് പറയുന്നത് 5 കിട്ടി. അതേപോലെ തന്നെ നമുക്ക് y കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? my2 + ny1 ഡിവൈഡഡ് ബൈ എന്താ? m + n ആണ്. നമുക്ക് m എന്ന് പറയുന്നത് നമുക്കറിയാം 2 × y2 എന്ന് പറയുന്നത് 5 ആണ്, പ്ലസ് n എന്ന് പറയുന്നത് 1 ആണ്, y1 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്, ഡിവൈഡ് ബൈ m + n എന്ന് പറയുന്നത് 2 + 1. ഇതും ആൻസർ ഇപ്പൊ കിട്ടും. എന്താണ്? 10 + 2 ഡിവൈഡ് ബൈ എത്രയാണ്? 3 ആണ്. 12 ഡിവൈഡ് ബൈ 3 ആണ്, 4 ആണ്. അപ്പം Qയുടെ കോർഡിനേറ്റ് 5 ഉം 4 ഉം. ഇനി എടുത്തെഴുതണം. Pയുടെ കോർഡിനേറ്റ് എന്താണ്? Qയുടെ കോർഡിനേറ്റ് എന്താണ്? ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ പറയണം കേട്ടോ, മനസ്സിലായില്ലെങ്കിൽ പറയണം. അടുത്ത ക്വസ്റ്റ്യൻ, if the points P12 Q13 and RAB are such that PQ is equal to QR. Find A and B. If P, Q and R are collinear. അതെന്താണ് ഈ കൊളീനിയർ എന്ന് പറയുന്നത്? അതാണ് അടുത്ത ചോദ്യം. കൊളീനിയർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇവര് 3 പേരും ഒരേ ലൈനിലായിരിക്കും, അതാണ് കൊളീനിയർ. അതായത് ഇപ്പൊ P എന്ന് പറയുന്ന പോയിന്റും Q എന്ന് പറയുന്ന പോയിന്റും R എന്ന് പറയുന്ന പോയിന്റും എന്താണ്? ഒരേ ലൈനിലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇവരെ കൊളീനിയർ എന്ന് പറയത്തുള്ളൂ. ഒരേ ലൈനിലാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് രണ്ടും കൂടെ ഈ ഡിസ്റ്റൻസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. കൊളീനിയർ ആണെങ്കിൽ എന്താ? ഇപ്പൊ നോക്കിയടേ, നമ്മുടെ സ്കെയിലില് ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 7, ഇവിടെ 9, ഇവിടെ 10 ആണെന്ന് വിചാരിച്ചു. ഇതെല്ലാം ഒരേ പോയിന്റില്ല. അപ്പം 1 പ്ലസ് അടുത്ത ഇവിടത്തെ 6, ഇത് 1 ഇത് 6 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുന്നത്? ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലേ?
ഒരേ പോയിന്റ് ആയതുകൊണ്ടല്ലേ കിട്ടിയത് അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ ഈ പിയും ക്യൂവും മാറും കൊളീനിയർ ആണെന്നാണ് പറഞ്ഞത്. കൊളീനിയർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ഏതെങ്കിലും അതായത് ഏതെങ്കിലും രണ്ട് ഡിസ്റ്റൻസ് കിട്ടുമ്പോൾ മറ്റേ രണ്ട് ഡിസ്റ്റൻസ് കിട്ടും. ഒന്നെങ്കിൽ അത് ഇതിപ്പോ ഈ ഓർഡറിൽ തന്നെ ആണോ നിർബന്ധമൊന്നുമില്ല. ചിലപ്പം ക്യൂ ഇവിടെ വരാം, പി ഇവിടെ വരാം, ആർ ഇവിടെ വരാം, എങ്ങനെ വേണേ വരാം. പക്ഷെ ഇതിനകത്ത് രണ്ടാൾക്കാരുടെ ഡിസ്റ്റൻസ് കൂട്ടുമ്പോൾ മൂന്നാമത്തെ ആളുടെ ഡിസ്റ്റൻസ് ഈക്വൽ ആണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എയും ബിയും കണ്ടുപിടിക്കാം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ ഡിസ്റ്റൻസ് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയോ, ഇവിടെ പി എന്ന് പറയുന്നത് 1ഉം 2ഉം തന്നിട്ടുണ്ട്, ക്യൂ എന്ന് പറയുന്നത് 1ഉം 3ഉം തന്നിട്ടുണ്ട്, ആർ എന്ന് പറയുന്നത് എയും ബിയും തന്നിട്ടുണ്ട്. നോക്കാം. ആദ്യം ഞാൻ പി ക്യൂ ഒന്ന് കണ്ടുപിടിക്കാൻ പോവാം. പി ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പീനെ എന്തായിട്ട് എടുക്കണം? പിയുടെ കോർഡിനേറ്റ് എന്താ? പി ക്യൂ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം പിയുടെ കോർഡിനേറ്റ് എടുത്ത് എഴുതാമേ. പിയുടെ കോർഡിനേറ്റ് എന്താ? പിയുടെ കോർഡിനേറ്റ് 1ഉം 2ഉം. ക്യൂവിന്റെ കോർഡിനേറ്റ് എത്രയാണ്? 1ഉം 3ഉം. അപ്പൊ ഇതിനെ x1 y1 ആയിട്ട് എടുക്കുക, ഇതിനെ എന്താ x2 y2 ആയിട്ട് എടുത്ത് പി ക്യൂ ഒന്ന് കണ്ടുപിടിക്കാം. പി ക്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് x2 എത്രയാ? x2 ഇവിടെ 1 ആണ്, x1 എത്ര? 1 ആണ്. 1 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. റൂട്ട് ആണ്. അപ്പൊ ഇത് 0 സ്ക്വയർ എന്ന് വരും, പ്ലസ് ഇത് 1 സ്ക്വയർ എന്ന് വരും. റൂട്ടിനകത്ത് 1 സ്ക്വയർ 1 തന്നെയാണ്. അപ്പൊ റൂട്ട് 1 എന്ന് പറയുമ്പോഴത്തേക്കും 1 തന്നെ വരും. പി ക്യൂ 1. അടുത്തത് ക്യൂ ആർ കണ്ടുപിടിക്കാൻ പോവാ. ക്യൂ ആർ എന്ന് പറയുമ്പോൾ എന്താ? ക്യൂ ആർ കണ്ടുപിടിക്കാൻ വേണ്ടി ക്യൂവിന്റെയും ആറിന്റെയും കോർഡിനേറ്റ് നമുക്ക് ആദ്യം എഴുതണം. ക്യൂവിന്റെ കോർഡിനേറ്റ് 1ഉം 3ഉം, ആറിന്റെ കോർഡിനേറ്റ് എയും ബിയും. അപ്പൊ ഇവിടെ ഇത് എന്താണ്? x1 y1 എന്നും ഇതിനെ x2 y2 എന്നും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ക്യൂ ആർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ഇക്വേഷൻ? ക്യൂ ആർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്താ? a മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് b മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ആണോ? ഓക്കെ. ഇനി അടുത്തത് നമുക്ക് പി ആർ കൂടെ കണ്ടുപിടിക്കാം. പി ആർ കണ്ടുപിടിക്കാൻ വേണ്ടി പി 1 2 ആർ എന്ന് പറഞ്ഞാൽ എ ബി ആണ്. അപ്പൊ ഇതിനെ x1 y1 ആയിട്ട് എടുക്കുക, ഇതിനെ x2 y2 ആയിട്ട് എടുക്കുക. അപ്പൊ വീണ്ടും പി ആർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. പി ആർ ഈക്വൽ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 a മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് b മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? കൊളീനിയർ ആണെങ്കിൽ പി ക്യൂ പ്ലസ് ക്യൂ ആർ ഈക്വൽ എന്താന്നാ പറഞ്ഞത്? പി ആർ ആണെന്നല്ലേ പറഞ്ഞത്? പി ക്യൂവിന്റെ വാല്യൂ എന്താ? 1. ക്യൂ ആറിന്റെ വാല്യൂ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് എ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ്? ബി മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ആണല്ലോ? ഈക്വൽ എന്താ? പി ആറിന്റെ വാല്യൂ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് എ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ആണോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇനി നോക്കി, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ? എല്ലാ ടേമിനെയും സ്ക്വയർ ചെയ്യാൻ പോവാ. സ്ക്വയറിംഗ് ഓൾ ടേംസ് ഓൺ ബോത്ത് സൈഡ്. സ്ക്വയറിംഗ് ഓൾ ടേംസ് ഓൺ ബോത്ത് സൈഡ്. അപ്പൊ എന്തെന്ന് വരും? ഇത് 1 സ്ക്വയർ എന്ന് വരുന്നു, പ്ലസ് ഇവിടെ റൂട്ട് ഓഫ് എ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് 3 ദ ഹോൾ സ്ക്വയർ അല്ലേ? ഈക്വൽ ടു ഇവിടെയും റൂട്ട് ഓഫ് എ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? 1 സ്ക്വയർ 1 തന്നെ, സ്ക്വയറും റൂട്ടും ചെയ്യുമ്പോൾ റൂട്ട് അങ്ങ് പോയിട്ട് എ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ.
അപ്പൊ നിങ്ങൾ ഇത്ര എഴുതിയെടുത്തോ. എ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞുതരാം അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇവിടെ വരെ എഴുതിയെടുത്തോ.